ഹലോ ഫുഡീസ്, നല്ല തലശ്ശേരി ബിരിയാണി കഴിക്കാൻ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായി ചതച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നല്ല അണ്ടിപ്പരിപ്പ്, മുന്തിരി നല്ലോണം വറുത്ത് കോരുക. ഒരു രണ്ടോളം സവാള നൈസായി കട്ട് ചെയ്ത് അതും നന്നായി ഫ്രൈ ചെയ്ത് നല്ല മുരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ചിക്കൻ്റെ പണി നോക്കാം. നല്ല കഴുകി വൃത്തിയാക്കി വെച്ച് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ചിക്കനാണ്. ആ ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പൊടിയും ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു നാരങ്ങ നീര് ഒഴിച്ച് നല്ലോണം നല്ല എളുപ്പത്തിൽ മസാല വെച്ച് ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് അടുത്ത പണി നോക്കാം. നമുക്ക് റൈസിൻ്റെ പണി നോക്കാം കേട്ടോ. റൈസിൻ്റെ ഒരു പാൻ വെച്ചിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അത് നല്ലോണം ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിലും നെയ്യും നല്ല കറക്റ്റ് ഒഴിച്ച് കൊടുക്കുക. അത് നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട, കറാമ്പൂ, ഏലക്കായ ഇട്ട് കൊടുക്കുക, വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ അരിക്ക് അളവെടുത്ത് വെച്ച വെള്ളം ഉണ്ടാവുമല്ലോ, ഒരരിക്ക് നമ്മൾ അളവാക്കി വെച്ചാൽ വെള്ളത്തിലേക്ക് നല്ല കണക്കാക്കി ഒഴിച്ച് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം അത്യാവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കുക. പാല് ഇഷ്ടമുള്ളവർ ഒഴിക്കാട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് വാരാൻ വെച്ചിട്ടുള്ള അരിയുണ്ട്, അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അരി നല്ല തിളച്ച് വരുമ്പോൾ ദമ്മിടുക. നമ്മളെങ്ങനെയാണോ ദമ്മിടുക, നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്, അതിനനുസരിച്ച് ദമ്മിട്ടിട്ട് നല്ല കറക്റ്റാക്കി മൂടി വെക്കുക. എന്നിട്ട് മസാല റെഡിയാക്കുക. അപ്പോൾ വേറൊരു ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത ഓയിലില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ വേറെ ഓയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഓയിൽ ഇട്ട് കൊടുത്ത് ഇതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. വലിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചതച്ച് വെച്ചില്ലേ ആ പേസ്റ്റ് ഇതിലേക്ക് എടുക്കുക, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അതിട്ട് നന്നായിട്ട് വായിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക, ഗരം മസാല ഇട്ട് കൊടുക്കുക, വലിയ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. മറക്കരുത് തൈര് ഒഴിക്കണം, ഉപ്പിടുക. തക്കാളി ഒരു 3 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മല്ലിയില, പുതിന മറക്കരുത്, എല്ലാം ഇട്ട് കൊടുത്ത് നല്ല മസാല നല്ല സെറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊരിച്ച കോഴിയില്ലേ അത് ഇതിലേക്ക് നല്ല അടുക്കി വെച്ച് കൊടുക്കുക. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച് നല്ല മൊരിച്ചെടുത്ത വലിയ ഉള്ളി ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട് ഇട്ട് കൊടുക്കുക. മസാല മണം മാറിക്കഴിഞ്ഞ് നല്ല സെറ്റായി വരുമ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിക്കുമ്പോൾ ആഹാ എല്ലാം മണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ബിരിയാണി സെറ്റാക്കണം കേട്ടോ. അപ്പോൾ ബിരിയാണി ആദ്യം റൈസ് ഇടുക, പിന്നെ നമ്മൾ മസാല ചിക്കനായിട്ട് മസാല ആക്കില്ലേ അതിട്ട് കൊടുക്കുക, പിന്നെ റൈസ് ഇടുക. അങ്ങനെ ലാസ്റ്റ് മുകളിൽ വരുന്നതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് നമ്മൾ നല്ല മുരിച്ചെടുത്തിട്ടുള്ള വലിയ ഉള്ളിയും ഒക്കെ ഇട്ട് വെച്ചാൽ നമ്മളെ തലശ്ശേരി ബിരിയാണി റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്